ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, ഇന്ന് CGL 2024 ടയർ 1 ആണ്. ഇതിനകത്ത് 9/9/2024, അതായത് സെപ്റ്റംബർ 9 നടന്ന ഷിഫ്റ്റ് 1 ആണ്. ഇതിൽ എന്താണ് മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 25 ക്വസ്റ്റ്യൻ കാണും മാത്സിൽ. നമുക്കത് ഫുള്ള് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ, 1 കിലോയ്ക്ക് പകരം ഞാൻ എന്താണ് 870 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഫൈൻ ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എന്താണ് 1 ഗ്രാമിന് 1 രൂപ വെച്ചെടുത്തോളാം. 1 കിലോയുടെ സാധനം, അതായത് 1000 രൂപയുടെ സാധനം ഇയാൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 870 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എത്രയാണ്? എളുപ്പത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി ഇയാൾക്ക് എത്ര രൂപ ലാഭം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, കയ്യിൽ നിന്ന് പോകുന്ന എന്തേ ഉള്ളൂ, കയ്യിൽ നിന്ന് പോകുന്ന 730 രൂപ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. 870 രൂപ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. കിട്ടുന്ന 1000 രൂപയുടെ സാധനം കൈ കിട്ടുന്നുണ്ട്. 1000 രൂപയുടെ വിലയുള്ള സാധനം എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ 1000 രൂപ കൈ കിട്ടുന്നുണ്ട്. അപ്പം 130 രൂപ ലാഭം. എത്രയില്ല? 870 ഇൻറ്റു 100 ഇരിക്കുക. 130 ഡിവൈഡ് ബൈ 87 ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത്? അപ്പം 130/87 ചെയ്യുമ്പം ഒരു തവണ പോവും 87. അപ്പം റിമൈൻഡർ എത്ര വരുന്നത്? ഇപ്പം റിമൈൻഡർ എത്ര? റിമൈൻഡർ 43 വരും. 43-നെ 87 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു 0 ഇട്ട് കൊടുത്തത്. അപ്പം 0 ഇട്ട് കൊടുക്കുക. 87 ഇൻറ്റു എത്ര ചെയ്താൽ ഇനി 430 എത്തുന്നത്? 8 ചെയ്താൽ 400 വരും. പ്ലസ് 7 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 35 വരുന്നത്. അപ്പം 430 മുകളിൽ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായി 4 വരുത്തണം എന്ന് മനസ്സിലായി. മുമ്പോട്ട് ചെയ്ത് പോകണമെന്നില്ല. കാരണം എന്താണ്, ഇവിടെ പുറത്തൊരു ഇൻറ്റു 10 കിടപ്പുണ്ട്. അപ്പം 14 പോയിൻറ്റ് സംതിങ് വരുവാണെന്ന് മനസ്സിലായി. ഇപ്പോൾ 14.94 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? cos square 29 തീറ്റ അല്ല cos square 29 പ്ലസ് cos square 61 എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ 29 പ്ലസ് 61 ചെയ്യുമ്പോൾ എത്രയാണ്? 90 വരും. ഇവിടെ എന്താ, ഞാൻ cos 90 മൈനസ് തീറ്റ എന്നുള്ളത് എന്താണ്? സൈൻ തീറ്റയാണ്. ഞാനിവിടെ cos 61 സൈൻ തീറ്റ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ cos 61 cos 90 മൈനസ് 29 എഴുതാം. അതെത്രയാണ്? സൈൻ 29 ആണ്. അപ്പോൾ അവിടെ എന്തായി? cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് എന്താണ്? 1 ആണ്. അപ്പോൾ എത്ര ആൻസർ എന്താ വരിക? 1 വരും. ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ എന്താണ്? cos സ്ക്വയർ 29 പ്ലസ് സൈൻ അത് cos 61 എന്താണ്, ഞാൻ സൈൻ സ്ക്വയർ 29 എഴുതി. അപ്പോൾ എന്തായി? cos സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 1 വന്നു. ആ 1 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, 840 മീറ്റർ സർക്കുലർ റേസ് ഉള്ള സ്ഥലത്ത് A ആൻഡ് B ഓടി തുടങ്ങി. സെയിം ഡയറക്ഷനാണ്. അവരുടെ സ്പീഡ് എന്താണ്? 6 മീറ്റർ 12 മീറ്റർ പെർ സെക്കൻഡ്. ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് നെക്സ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, എയും ബിയുടെ റേഷ്യോ എടുത്തോളാം. 6ഉം 12ഉം ആണ്. അപ്പോൾ ഇത് റേഷ്യോ എടുക്കുമ്പോൾ എത്രയാണ്? 1:2 വരും. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് അല്ല സെയിം സ്പീഡ് ഓടുമ്പോൾ എന്താണ്, ഇത് തമ്മിൽ മൈനസ് ചെയ്തോളുക. 1 - 2 എത്രയാണ്? 1 ആണ്. അതായത് 840 മീറ്റർ ഓടുമ്പോൾ ഇവരെന്താ ഒരു തവണ മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ ഒരു മീറ്റിംഗ് പോയിന്റ് കാണാൻ എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 840 ഡിവൈഡഡ് ബൈ പിന്നെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 6 മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? 6 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 140 സെക്കൻഡ് എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ സംഭവം ഓർത്തിരിക്കുക. അതായത് സ്പീഡ് തന്നിട്ടുണ്ട്, അതിനെ വെട്ടി കുറച്ച് റേഷ്യോ ആക്കുക. സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അത് തമ്മിൽ കുറയ്ക്കുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആ റേഷ്യോ തമ്മിൽ കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പം 1:3 ആണ് സ്പീഡെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ 3 - 1 എത്രയാണ്? 2 ടൈംസ് ആണ് ഇവർ ആ റൗണ്ട് ഓടുമ്പോൾ മീറ്റ് ചെയ്യുന്നത്. എപ്പം ഇത് സെയിം
ഡയറക്ഷനിൽ പോകുമ്പം, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ 1:3 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ 3 ഒന്നും കൂടെ കൂട്ടുമ്പം 4 തവണ ഇവർ മീറ്റ് ചെയ്യും ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഇനി 4 തവണ മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇനി 3-ാമത്തെ തവണ മീറ്റ് ചെയ്യേണ്ട സമയം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 840 ഡിവൈഡ് ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് എടുക്കുക ഇൻറ്റു നമുക്ക് 3 വേണ്ടെങ്കിൽ ഇവിടെ 3 കൊടുത്താൽ മതി. 4-ാമത്തെ തവണ അല്ലെങ്കിൽ 2-ാമത്തെ തവണ മീറ്റിംഗ് പോയിന്റ് കാണണമെങ്കിൽ ഇൻറ്റു കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സർക്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ട്, സർക്കിളിൽ 2 കോഡാണ്. ഒന്ന് AB, അതുപോലെ എന്താണ് അടുത്തത് OQ. ഇതെന്താ? ഇത് AB വരും. ഇതെന്താണ്? OQ അല്ല, AB CD വരും. ഇനി എന്താണ്? ഇനി പറഞ്ഞേക്കുന്നത് O സെൻറ്ററാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി OP ഈസ് പെർപെൻഡിക്കുലർ ടു AB, OQ ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്? CD എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് AB ഈസിക്കൽ ടു 10 സെൻറ്റിമീറ്റർ, അതായത് ABയുടെ വാല്യൂ 10 തന്നിട്ടുണ്ട്, അതുപോലെ CDയുടെ വാല്യൂ എത്രയാണ്? 24 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. ഒന്നാണ് OQP, അതിൻ്റെ ഡയമീറ്റർ ഇത് വരും, അല്ല അതിൻ്റെ ഹൈപ്പോട്ടനസ് ഇത് വരും. പിന്നെ അടുത്തതെന്ന് പറയുമ്പം OPB, അതിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് OB വരും. ശരിക്കും എന്താണ്? OB എന്ന് പറയുന്നതും OP എന്ന് പറയുന്നതും സെയിമാണ്. ഇത് നോർമൽ മെത്തേഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം നമുക്കെന്താ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ചെയ്യാം. ഇത് 5 നമുക്കറിയാം. കാരണം എന്താ? AB മൊത്തം 10, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 5 വരും. അതുപോലെ DC മൊത്തം 24, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 12 വരും. അപ്പം QD എന്ന് പറയുന്നത് എത്രയാണ്? 24ൻ്റെ പകുതി 12 വരും. അപ്പോൾ ഒരു ട്രിപ്ലെറ്റിൻ്റെ ഒരു സൈഡ് 5ഉം ഒരു സൈഡ് 12ഉമാണ്. അതുപോലെ OB ഈക്വൽ ടു OD ആണെന്നറിയാം. അതായത് നമുക്ക് ഈ 3ാമത് വരുന്ന 2 സംഖ്യ സെയിം ആയിരിക്കും. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? 5, 12, 13 ഇവിടെ വരും. അതുപോലെ 12 ഇവിടെ 13 തന്നെ വരുന്നത്. അപ്പം ഇവിടെ എന്താ 5 വരത്തുള്ളൂ. അപ്പം ഈ ഹൈപ്പോട്ടനസ് എന്താണ്? ഹൈപ്പോട്ടനസ് 13 വരും. അതായത് നമ്മുടെ കേസിൽ അത് റേഡിയസ് 13 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ഡയമീറ്റർ എത്രയാണ് ചോദിച്ചേക്കുന്നത്? ഡയമീറ്റർ 26 വരും. ഇത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് 5 വരും. ഇത്രയും ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താണ്? ഇത് PO എന്ന് പറയുന്നത് എന്തെങ്കിലും എത്ര? 7 തന്നിട്ടുണ്ട്. പിന്നെ ഇത് 7ഉം ഇത് 5ഉമാണ്. അപ്പോൾ ഇവിടെ 7ഉം 5ഉം കൂടെ കൂട്ടുമ്പം ഈ PO എന്ന് പറയുന്ന വലിയ സൈഡ് എന്താണ്? 12 ആവും. അപ്പോൾ 5, 12, 13, ഇത് ഇത്ര എന്താണ്? അത് 13 ആവും. അതുപോലെ തന്നെ ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുമ്പം, ഇവിടെ ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താണ്? DQO എന്ന് പറഞ്ഞ ചെറിയ ട്രയാങ്കിൾ എടുക്കുമ്പം DQൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 12 എന്ന് അറിയാം. അതുപോലെ ഈ QOൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പം 12, 5 വരുന്ന വേറെ ട്രിപ്ലെറ്റ് ഏതാണ്? 12, 5, 13 വരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഹൈപ്പോട്ടനസ് എന്താണ്? OP എന്ന് പറയുന്നത് 13 ആവും. അപ്പം അല്ലാതെ രീതിയിൽ ചെയ്യാനാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഞാൻ പറഞ്ഞു ട്രിപ്ലെറ്റ് കാണാതെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. അതായത് OB ഈക്വൽ ടു OP അല്ലേ, P അല്ല OD അല്ലേ. അപ്പം ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നേരത്ത് എന്താ വരുന്നത്? √5² - OQനെ നമ്മൾ X ആയിട്ട് എടുക്കുന്നത്. അപ്പം 7 - X the whole square equal to √12² - X the whole square ചെയ്യണം. എന്നിട്ട് ഇത് X സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലും എത്ര എളുപ്പമുള്ള പരിപാടിയാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സഫീഷ്യൻറ്റ് ടു കൺക്ലൂഡ് ദാറ്റ് ദ 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എന്താണ്? 1 സൈഡ് ആൻഡ് 1 ആംഗിൾ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ട് കാര്യമില്ല. അപ്പം ദീസ് ഹാവ് ദ സെയിം ബേസ് ആൻഡ് സെയിം ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഏരിയ മാത്രമേ ഈക്വൽ ആവുള്ളൂ, കോൺഗ്രുവൻ്റ് ആവില്ല. ഇനി 3ാമത്തെ ഓപ്ഷൻ എന്താ?
ദീസ് ഹാവ് ദ സെയിം ഏരിയ ആൻഡ് സെയിം ബേസ്. ഇത് വന്നാലും കറക്റ്റ് ആവത്തില്ല. രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആവും. പിന്നെ അതിൻ്റെ പെരിമീറ്ററും ഈക്വൽ ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡ് ഈക്വൽ ആവും എന്നല്ലേ. അതായത് രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പം അതിൻ്റെ മൊത്തമുള്ള സമ്മും ഈക്വലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൈഡ് ഈക്വൽ ആവണ്ടേ. അപ്പോൾ എന്താണ്? എസ് വെച്ച് ട്രയാങ്കിൾ കോൺവെർജൻ്റ് ആവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജാണ് തന്നേക്കുന്നത്. അതായത് രാമിന് 54% കിട്ടി ഹിസ്റ്ററിയിൽ, മോഹന് 51% കിട്ടി, ശ്യാമിന് 75 കിട്ടി. അതുപോലെ ഈ ബ്രാക്കറ്റ് തന്നെങ്കിൽ ടോട്ടൽ മാർക്കാണ്. അപ്പം ഹിസ്റ്ററിക്ക് 105 മാർക്കാണ് വേണ്ട ജയിക്കാൻ. അങ്ങനെയാണെങ്കിൽ എത്ര പിള്ളേർ ജയിച്ചെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം രാമിനും മോഹനും എന്താണ് 50% അടുത്ത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എന്താ നമുക്ക് 54 കണക്ക് കൂട്ടി നോക്കാം. അപ്പം 175 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 87.5. ഇനി 175 1% എത്രയാണ്? അത് 1.75. അപ്പോൾ 1% എന്ന് പറയുന്നത് 1.75. അപ്പം നമുക്കിനി എത്രയാണ്? 4% വേണ്ട. അപ്പം 4% എടുക്കുമ്പോൾ എത്രയാണ്? 1% വെച്ച് 4 തവണ കൂടുമ്പോൾ 4% കൂടി. പിന്നെ 0.75 4 തവണ വെച്ച് കൂടുമ്പോൾ എത്രയാണ്? മൊത്തം ഒരു 6-7 വ്യത്യാസം വരും. എന്തായാലും 87ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 105 എത്താൻ പോകുന്നില്ല. അപ്പോൾ 54% കിട്ടിയാൽ ജയിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി 51% കിട്ടിയാണ് ജയിച്ചിട്ടുണ്ടാവില്ല. ആകെ ജയിച്ചാരാണ്? ശ്യാമാണ്. ഒരാളെ ജയിച്ചുള്ളൂ ഹിസ്റ്ററിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് പി ഈസ് 21 ടൈംസ് ഫാസ്റ്റർ ദാൻ പൈപ്പ് ക്യൂ, if Q can fill the cistern in 110 minutes, find the time taken to fill the cistern when the both pipes are open together എന്നാണ് ചോദിച്ചത്. ഇവിടെ പിയുടെയും ക്യൂടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിരിക്കുന്നത്. പി എന്ന് പറയുന്നത് 21 ടൈംസ് ഫാസ്റ്റർ ദാൻ ക്യൂ എന്ന് പറയുമ്പോൾ അവരുടെ റേഷ്യോ എത്രയാണ്? 1:21 വരും. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുമ്പം എത്രമാത്രം സമയം എടുക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ക്യൂയുടെ എഫിഷ്യൻസി 1 ഇൻറ്റു അയാളെടുക്കുന്ന സമയം 110 മിനിറ്റ്. ഇതാണ് ടോട്ടൽ വർക്ക് വരുന്നത്. ഇനി ഡിവൈഡ് ബൈ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി. അതായത് പി തന്നെ 21, അല്ല ഇവർ രണ്ടുപേരുടെയും എഫിഷ്യൻസി. അപ്പോൾ എത്രയാണ്? പിയുടെ തന്നെ 21 ഉണ്ട് എഫിഷ്യൻസി. ക്യൂയുടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 22 വരും. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 11, 55, 5 കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ 2. നമ്മളിവിടെ ഉപയോഗിച്ച ഇക്വേഷൻ, അതായത് വേറെ ഇക്വേഷൻ ഒന്നുമല്ല. അതായത് ടൈം കണ്ടുപിടിക്കുക, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ഈ സംഭവം നമ്മളിവിടെ ഉപയോഗിച്ചു. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ഇയാളുടെ എഫിഷ്യൻസി, ക്യൂയുടെ എഫിഷ്യൻസി ഇൻറ്റു ക്യൂ പിടിക്കുന്ന ടൈം. അങ്ങനെയാണ് 1/110 കിട്ടിയത്. അത് ഡിവൈഡ് ബൈ രണ്ടുപേരുടെ എഫിഷ്യൻസി ചെയ്യുമ്പോൾ 5 കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര സബ്ജക്റ്റ് ഉണ്ട്? 1, 2, 3, 4, 5 സബ്ജക്റ്റ് ഉണ്ട്. 100ൽ 500ൻ്റെ 80% എടുക്കുമ്പോൾ എത്രയാണ്? 400ൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ആരാ നോക്കണം സമ്മ് കൂട്ടുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ മോഹിത്തിൻ്റെ കൂട്ടേണ്ട കാര്യമില്ല. കാരണം എന്താ? ഓപ്ഷനിൽ മോഹിത്തില്ല. അല്ല മോഹിത്തുണ്ടല്ലേ, ആരാ ഇല്ലാത്തത്? ഓക്കെ, ശോഭിത്താണ് ഇല്ലാത്തത്. അപ്പോൾ ഇവൻ്റെ കൂട്ടണ്ട. ഇവിടെ 80ഉം 90ഉം കൂടെ കൂട്ടി എത്രയാണ്? 150. 80ഉം 90ഉം കൂടെ കൂട്ടി എത്രയാണ്? 170. 170ഉം 70ഉം കൂടെ കൂട്ടി എത്രയാണ്? അപ്പം 240. 240 5 245, 250. 250ഉം 80ഉം കൂടെ കൂട്ടി എത്രയാണ്? 330. 330ഉം 65ഉം കൂടെ കൂട്ടി എത്രയാണ്? 395 വരും. എന്താ തരുണമാണ് എനിക്ക് ആൻസർ എന്നറിയാം. സുമിത്തിൻ്റെ കൂട്ടുമ്പോൾ എത്ര വരും? 406 വരും. രോഹിത്തിൻ്റെ കൂട്ടുമ്പോൾ എന്ത് തന്നെയാണ്? 407ആണ്. 400ന് പൊക്കത്താണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഒന്നാണ് മോഹിത്തിൻ്റെ കൂട്ടുമ്പോൾ എത്രയാണ്? 419 വരുന്നത്. അപ്പം 400ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 395. അതായത് 400ന് താഴെ ആവുകയും ചെയ്യണം. 400ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ്? തരുണാണ്. അപ്പം സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 6 ഒരു മനുഷ്യൻ 100 രൂപ കൊടുത്ത് അത് ഏതൊക്കെ
100 രൂപയ്ക്കകത്ത് എന്തൊക്കെ പൈസ ഉണ്ടായിരുന്നു? 5 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 2 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു, 1 രൂപയുടെ കോയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം എത്ര കോയിൻ ഉണ്ടായിരുന്നു? 40 കോയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കോയിൻസ് ഡിനോമിനേഷൻ 5 രൂപ ഇതിനകത്ത് എത്ര ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഏതൊക്കെ കോയിനാണ് കൊടുത്തത്? 5 രൂപ, 2 രൂപ, 1 രൂപ. അപ്പോൾ ഇവിടെ എന്താ 5 രൂപയുടെ എത്ര കോയിൻ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ എന്താ എക്സാണ് എടുക്കുന്നത്. 2 രൂപയുടെ വൈയും 1 രൂപയുടെ ഇസഡും. അപ്പം അങ്ങനെ വരുമ്പോൾ എത്രയാണ്? 5x പ്ലസ് 2y പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഒരു ഇക്വേഷൻ കിട്ടും. ഇതുപോലെ തന്നെ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്നുള്ള എത്രയാണ്? 40 തന്നിട്ടുണ്ട്. ഇത് വേറെ ഇക്വേഷൻ. എന്താ ഞാൻ ഈ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 5x നിന്ന് എക്സ് പോയാൽ എത്രയാണ്? 4x വരും. പ്ലസ് പിന്നെന്താ 2y നിന്ന് വൈ പോയാൽ എത്രയാണ്? വെറും വൈയേ വരത്തുള്ളൂ. ഇസഡിൽ നിന്ന് ഇസഡ് പോയാൽ എത്രയാണ്? അത് നമ്മൾ ക്യാൻസലായി പോകും, ഒന്നുമില്ല. 100 നിന്ന് 40 പോയാൽ 60 വരും. അപ്പം 4x പ്ലസ് വൈ എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ഓപ്ഷൻ പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കാൻ പോവാം. നമ്മളിവിടെ ആദ്യം എന്താ 18 കൊടുക്കുക. 4 × 18 കൊടുത്താൽ 72 വരും. അതെന്താ 60-നേക്കാളും മുകളിലാണ്. അപ്പം അത് വരത്തില്ല. 4 × 17 ചെയ്താലും എന്താണ്? അത് 68 ആണ്. അപ്പോഴും എന്താണ്? അത് 60 മുകളിലാണ്. അപ്പോഴും വരത്തില്ല. 4x പ്ലസ് വൈ ആണ് 60 വരുന്നത്. വൈയുടെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആവേണ്ട വരും. കാരണം 4 ഈ എക്സിന് 17 ആയ വൈയുടെ വാല്യൂ നെഗറ്റീവ് ആവേണ്ടി വരും. അപ്പം ഈ വൈ എന്ന് പറയുന്നത് എന്താണ്? 2 രൂപയുടെ കോയിൻ്റെ എണ്ണമാണ്. അതൊരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അപ്പോൾ എന്താ 17 വല്ലെന്ന് മനസ്സിലായി. ഇനി 4 × 16 ചെയ്താൽ എത്രയാണ്? അതും 64 വരുന്നത്. അപ്പോൾ അതും 60-ന് മുകളിലാണ്. ഇവിടെ വരുന്ന ഓപ്ഷൻ എന്താണ്? 13 ആണ്. 4 × 13 ചെയ്യുമ്പോൾ 52 വരും. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 8 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 13. വൈയുടെ വാല്യൂ 8. സെഡിൻ്റെ വാല്യൂ എത്രയാണ്? ബാക്കി 19. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40 വരും. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റിനാണ്. കൺഫ്യൂഷൻ ആക്കാൻ പാകത്തിനുള്ളൊരു ക്വസ്റ്റിനാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ റേഡിയോ ഓഫ് 2 കോൺസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:5 ആൻഡ് ദർ വോളിയം എന്ന് പറഞ്ഞ് 3:5. അങ്ങനെയാണ് റേഷ്യോ ഓഫ് ദർ ഹൈറ്റ് ആയി വെച്ചേക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് എ കോണിൻ്റെ ഇക്വേഷൻ എത്രയാണ്? 1/3 πr² ആണ്. അതിൽ തന്നെ എന്താ റേഡിയസിൻ്റെ റേഷ്യോ വന്നെങ്കിൽ 2:5. അപ്പം 1/3 πr. ആറിന് എന്താണ്? ഞാൻ 2 ഇട്ട് കൊടുക്കുക. ഇൻറ്റു h1 ഡിവൈഡഡ് ബൈ 1/3 π. ആർ എന്താ? അടുത്ത കോണിൻ്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. അപ്പം ഇവിടെ 5 അല്ല, ഇവിടെ r² അല്ലേ. അപ്പം എന്താണ്? 5² വരും. 5² ഇവിടെ 2² ഇൻറ്റു h2 എന്ന് പറയുന്നത് എത്രയാണ്? ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ, അതായത് 3:5 ആണ്. 1/3 വെട്ടിപ്പോയി, പയ്യും കട്ട് ചെയ്ത് പോയി. h1 ബൈ h2 എന്ന് പറയുന്നത് h² ഇല്ല കേട്ടോ, ഈക്വൽ ടു 3/5 ഇൻറ്റു 5² ബൈ 2². ഇവിടെ ഒരു 5ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ എത്രയാണ്? 15/2², 4 വരും. ഇതാണ് ഹൈറ്റിൻ്റെ റേഷ്യോ. h1 ബൈ h2ൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 15:4. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ കെയുടെ വാല്യൂ എന്താവണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിവിസിബിലിറ്റി ഓഫ് 6 കിട്ടണമെങ്കിൽ എന്താണ്? 6നെ 3 × 2 എന്ന് എഴുതാം. അപ്പം 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താണ്? ഇതിനകത്ത് ഏത് വന്നാലും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം അവസാനം ഈവൻ നമ്പർ ആണോ. അപ്പം ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന്, ഈ ഒരു സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് അറിയാൻ എന്താണ്? ഇതിൻ്റെ സം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 2 1 3 10 19 19 2 21 21 4 എത്രയാണ്? 25. അപ്പോൾ 25 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. ഈ കെയുടെ സ്ഥാനത്ത് 0 വന്നാലും എന്താണ്? 25ഉം 0 കൂടെ കൂട്ടി 25. അപ്പം 25 എന്നുള്ള 3ൻ്റെ മൾട്ടിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് 0 വരത്തില്ല. ഇനി 25ഉം 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 29 വരും. 29 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് വരത്തില്ല. 25ഉം 6ഉം കൂട്ടിയാൽ എന്താണ്? അത് തന്നെ അവസ്ഥ.
ടോട്ടൽ സമ്മ് 31 വരുന്നത്, വിച്ച് ഈസ് നോട്ട് എ ഡിവിസിബിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3. 25ഉം 2ഉം കൂടെ കൂട്ടി എത്രയാണ്? ഇവിടെ 27 വരും. 27 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 9 ചെയ്യുമ്പോൾ 27 വരുന്നത്. അപ്പോൾ 2 വന്ന ഈ ഒരു സംഖ്യ എന്താ? 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആയ സ്ഥിതിക്ക് എന്താണ്? ഇത് 6 കൊണ്ടും ഡിവിസിബിളാണ്. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഫസ്റ്റ് 2 കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇലക്ഷനിൽ % ഓഫ് ആൾക്കാർ വോട്ടേ ചെയ്തില്ല. പിന്നെ വോട്ട് ചെയ്തവരിൽ തന്നെ എന്താണ്? 10% എന്താണ് ഡിക്ലെയർഡ് ആസ് ഇൻവാലിഡ്. അപ്പോൾ 10% ഇൻവാലിഡായി. ബാക്കി 90% എന്താണ്? 59.375% വോട്ട് കിട്ടിയ ആളാണ് ജയിച്ചത്. ജയിച്ചത് എത്രയാണ്? 2484 വോട്ടിനാണ് പുള്ളി ജയിച്ചത്. അതുപോലെ തന്നെ മൊത്തം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 16. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പീപ്പിൾ എലിജിബിൾ ടു വോട്ട് ഇൻ ദാറ്റ് എലക്ഷൻ വാസ് 16,000. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വോട്ട് ചെയ്യാതെ പോയവരുടെ എണ്ണം. ക്വസ്റ്റ്യൻ ഇതാണ്, കുറച്ച് ടാസ്ക്കാണ് ചെയ്യാൻ. അപ്പം മൊത്തം എത്രയാണ്? 16,000 ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് എത്രയാണ്? Y% ആൾക്കാർ വോട്ടേ ചെയ്തില്ല. അപ്പം ഇൻറ്റു Y/100 ചെയ്യുമ്പോൾ എത്രയാണ്? 160 Y എന്ന് വരും. അപ്പം വോട്ട് ചെയ്തവരുടെ എണ്ണം എത്രയാണ്? ഇനി ഇതിനകത്ത് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ 160 Y എന്ന് വരും. അപ്പം ആ 16,000 എത്രയാണ്? 160 Y കുറച്ച് കഴിയുമ്പോഴാണ് മൊത്തം വോട്ട് ചെയ്തവരുടെ എണ്ണം വരുന്നത്. അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചിന്തിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അതായത് Y% ആൾക്കാർ വോട്ട് ചെയ്തില്ല. അപ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം എത്രയാണ്? ഈ 16,000 ഈ 160 Y അങ്ങ് കുറച്ചാൽ മതി. ഈ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ തന്നെ എന്താ? 10% ഇൻവാലിഡ് ആയിപ്പോയി. അപ്പോൾ ബാക്കി എത്രയാണ്? 90% ആണ് വാലിഡ്. ഇവിടെ ഈ 0 വെട്ടിപ്പോയി. ഞാൻ ഈ 10 കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം /10 ഇവിടെയും വന്നു, /10 ഇവിടെയും വന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. അപ്പം നമുക്ക് എന്താ ഇവിടെ വാലിഡ് വോട്ട് കിട്ടി. എത്രയാണ്? 160 1600 മൈനസ് 16 Y ഇൻറ്റു 9 എന്താ ടോട്ടൽ വാലിഡ് ആയിട്ടുള്ള വോട്ട്. ഇതാണ് എന്ത് സ്പ്ലിറ്റായി പോകുന്നത്. അത് എത്രയാണ് സ്പ്ലിറ്റായി പോകുന്നത്? ഒന്ന് 59.375% ഇപ്പുറത്തെ ഏതാ? ഒരാൾക്ക് 59.375% കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആൾക്ക് എത്രയാണ്? 40.625% കിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് ഇനിയൊന്നും പോകാനില്ല. കാരണം എന്താണ്? ഇത് വാലിഡ് വോട്ട്സാണ് ഇത്രയും. അതായത് 1600 മൈനസ് 16 Y ഇൻറ്റു 9 എന്ന് പറയുന്ന വാലിഡ് വോട്ട്സ്. മൊത്തം വാലിഡ് വോട്ട്സാണ്. ഇതിൻ്റെ ഈ ഡിഫറൻസാണ് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞ് തന്നേക്കുന്നത്? 2484 പറഞ്ഞ് തന്നേക്കുന്നത്. ഇതിൻ്റെ ശതമാനം ഡിഫറൻസ് എത്രയാണ്? അപ്പം 40 10 50 59 19 വരത്തില്ല. 18.75 വരും. അതായത് ഈ 1600 മൈനസ് 16 Y ഇൻറ്റു 9 18.75% എന്ത്? 2484. ഇനി എന്താ വേണം? സോൾവ് ഫോർ Y ചെയ്യണം. അപ്പോൾ 9ഉം 24 84 കൂടെ വെട്ടിപ്പോയാൽ എത്ര? 276 വരും. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ? 1600 16 Y ഞാൻ എന്താണ് ഒരു 6 പുറത്തെടുക്കുക. അപ്പം എന്താ വരിക? 400 മൈനസ് 4 Y എന്ന് വരും. 4 പുറത്ത് കിട്ടി. 18.75 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു എന്താണ്? 276 വരും. 4 276 കൂടെ വെട്ടിപ്പോയാൽ എത്ര? 69.1 വരത്തില്ല. കറക്റ്റായിട്ട് 69 വെട്ടിപ്പോവും. ഈ 18.75 69 കൂടെ വെട്ടിക്കളയാൻ പറ്റും. 3 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ എത്രയാണ്? ഇവിടെ 23 വരും.
ഇവിടെ എത്ര 6.25 വരും. ഇനി എന്താണ് 6.25 KT മൾട്ടിപ്ലൈ ചെയ്യാതെ രക്ഷയില്ല. 6.25 KT മൾട്ടിപ്ലൈ ഇപ്പോൾ എത്ര? ഇവിടെ 2500 വരും. മൈനസ് ഇത് 2500 വരുമെങ്കിൽ ഇവിടെ എന്താണ് 25y വരും. ഈക്വൽ ടു എത്രയാണ്? 23 വരും. സോറി, ഇവിടെ ഈ 100 ഉണ്ട്. ഇതിവിടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ എത്രയാണ്? 2300 ആവും. ഓക്കെ, അപ്പം 2500 മൈനസ് 2300 എന്ന് പറയുന്നത് എത്ര? 200 വരും. 200 ഈസിക്കൽ ടു 25y. y ഈസിക്കൽ ടു 200/25 ഇപ്പോൾ എത്ര? 8 എന്ന് കിട്ടും. ആൻസർ എന്താണ്? 8 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. ഇതെന്താണ്? ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ. ഇത് കോൺസെപ്റ്റ് വൈസ് അത്യാവശ്യം നല്ലതാണ്. കാൽക്കുലേഷനും അത്യാവശ്യം നല്ല പോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സമയം നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ എന്താണ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? ആൻ ആർട്ടിക്കിൾ ഈസ് മാർക്ക്ഡ് അറ്റ് 550 ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 40%, then the selling price became 10% more than the cost price. What is the cost price എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 550 മാർക്ക് പ്രൈസ്. ഡിസ്കൗണ്ട് കൊടുത്ത് സെല്ല് ചെയ്യുന്നത് എത്രയാണ്? 40%. അപ്പം 40% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്രയാണ്? ബാക്കി 60%. സെല്ലിങ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ്. അപ്പം 550ൻ്റെ 60% എടുക്കുമ്പോൾ എത്രയാണ്? 550 × 60/100. 55 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 330 വരും. ഇപ്പോൾ സെല്ലിങ് പ്രൈസ് എത്രയാണ്? 330. അപ്പോൾ ഈ 330 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 10% കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അങ്ങനെയല്ല, 10% കൂടുതലാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? 10 എന്നുള്ള 11 അതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എങ്ങനെ? 10% എന്താണ്? നമുക്ക് 1/10 എന്ന് എഴുതാം. അതായത് 10 എന്നുള്ള എന്താണ്? ഈ 1 കൂടിയിട്ട് 11. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, 10% കൂടുതലെന്നുള്ളത്. ഈ 11ൻ്റെ വാല്യൂ ആണെന്ത്? 33 എന്നുള്ളത്. അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 330 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 30 എന്ന് കിട്ടും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 30 എന്ന് കിട്ടും. അത് നമുക്ക് വേണ്ട അത്രയും 10 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പം ഒരു 10 × 2 കൊടുത്താൽ മതി. 300 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെന്താ? ഇഫ് ദ സം ഓഫ് ദ 2 sides ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 16, then find the third side. എന്താ 8 സെൻറ്റിമീറ്റർ? ഇതെന്താ ക്വസ്റ്റ്യൻ തെറ്റുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ 2 സൈഡിൻ്റെ സം എന്ന് പറയുന്നത് 16 ആണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സൈഡ് 8 ആവും. കാരണം എന്താ? എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 9 എന്താണ്? ഞാൻ 3² എന്ന് എഴുതും. അപ്പം x² - 3² x + 3 എന്നായി. മുകളിൽ x² - 3² എന്നുള്ള എന്താണ്? ഇത് a² - b² എന്ന് പറഞ്ഞ ഫോമുല. അപ്പോൾ a² - b² എങ്ങനെ എഴുതാൻ പറ്റും? a + b × a - b എന്ന് എഴുതാൻ പറ്റും. ഈ x² - 3² എനിക്ക് എന്താണ്? അത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റിയിട്ട് എന്താ x - 3 × x + 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വെട്ടിപ്പോയി. ആൻസർ എത്ര? x - 3 ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ എന്താ? ഏത് വർഷമാണ് ദ നമ്പർ ഓഫ് ആബ്സെൻറ്റീസ് സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ടോട്ടൽ ഓൾ സിറ്റീസ് എന്ന് എഴുതി. ആബ്സെൻറ്റീസിൻ്റെ ടോട്ടൽ എടുത്ത് എത്രയാണ്? ഇവിടെ 45 പേര് ടോട്ടലുണ്ട്. 42 പേരാണ് പ്രസൻറ്റ്. അപ്പം 3 പേര് ആബ്സെൻറ്റാണ്. ഇവിടെ 45 × 10 55, 11 പേര് ആബ്സെൻറ്റാണ്. ഇവിടെ 5 പേരും ആബ്സെൻറ്റാണ്. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ എത്രയാണ്? 16 16 3 19 ആബ്സെൻറ്റീസ് ഇവിടെ. ഇനി 2017 എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 5 പേര് ആബ്സെൻറ്റാണ്. അതുപോലെ 75 പേരുള്ളതിൽ 55 പേരെ പ്രസൻ്റ് ഉള്ളൂ. അപ്പോൾ എത്ര? 65 75 20 പേര് ആബ്സെൻറ്റാണ്. ഇവിടെ അതുപോലെ തന്നെ എന്താണ്? 5 പേര് ആബ്സെൻറ്റാണ്. അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയാണ്? 30 വരും. ഇനി ഇവിടെ എടുക്കുമ്പോഴോ ഇത് 4 55 65, പിന്നെ ഇവിടെ 20 വരും.
പിന്നെ 10 വരും ഇവിടെ. കൂട്ടുമ്പോൾ എത്ര? 34 വരും. ഇനി 2019 കൂട്ടുമ്പോൾ 69, 10 79, 11 വരും. ഇവിടെ എന്താ 72 10 82, 12 വരും. ഇവിടെ 8 വരും. 20 21 31 32 ഇവിടെ വരും. ഇത് 44 54 11 വരും. ഇവിടെ 66 10 76 4 80. അപ്പം 85 ഇവിടെ 5 വരും. 11 14 5 കൂടെ കൂട്ടി എത്രയാണ്? ഇവിടെ 30 വരും. ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ടോട്ടലാണ്. ഏറ്റവും ഹയസ്റ്റ് ആബ്സെൻറ്റീസ് വന്നിരിക്കുന്നത് എത്രയാണ്? 34. സെക്കൻഡ് എന്ന് പറയുന്നത് 32. അത് എത്രയാണ്? 2019. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ 2 സർക്കിളുണ്ടെന്ന് പറഞ്ഞു. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദിസ് 2 സർക്കിൾ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് എത്രയാണ്? 37. ഇതാണ് എൻ്റെ 37. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? MQ എന്ന് പറയുന്ന ഡയറക്റ്റ് ടാൻജൻ്റ് ഉണ്ട്. ഡയറക്റ്റ് ടാൻജൻ്റ് എങ്ങനെയാണ് അറിയുന്നത്? ഇതാണ് എൻ്റെ MQ. ഈ MQൻ്റെ ലെങ്ത്ത് കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കൂടെ എന്താണ്? ഇതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. ഇത് 22 സെൻറ്റിമീറ്ററിനും ഇത്രയും വരെ 22 സെൻറ്റിമീറ്ററിനും ഇതെന്താ 10 സെൻറ്റിമീറ്ററിനും. അപ്പോൾ ഡയറക്റ്റ് ടാൻജൻ്റ് കാണാൻ എന്താണ്? ഒരു നേരിട്ടുള്ളൊരു ഇക്വേഷനാണ്, ഡയറക്റ്റ് ഇക്വേഷനാണ്. എന്താ? D² - R1 - R2 ദ ഹോൾ സ്ക്വയർ. എന്താ D² എന്താ? D² ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ 2 സർക്കിളാണ്. എത്രയാണ് തന്നിട്ടുണ്ട്? 37 തന്നിട്ടുണ്ട്. 37² - R1 - R2 എന്താണ്? ഹോൾ സ്ക്വയർ കൂടെ ഉണ്ട് കേട്ടോ. R1 - R2 ഹോൾ സ്ക്വയർ. R1 - R2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 12 അല്ല 22 - 10 വരും. അപ്പോൾ എത്രയാണ്? 12 സ്ക്വയർ വരും. 12 സ്ക്വയർ. ഇത് ചെയ്യാൻ എന്താ എളുപ്പമാർഗ്ഗമുണ്ട്. A² - B² എന്ന് പറഞ്ഞ ഫോമില A + B × A - B ഇതാവും. 37 10 47 47 2 49 വരും. അപ്പം 49 √A + B 49 × A - B. A - B എത്രയാണ്? 37 10 പോയാൽ 27 27 2 പോയാൽ 25 വരും. അപ്പം 49 × 25 വരും. ഇത് രണ്ടും റൂട്ടിന് പുറത്തെടുത്താൽ എത്രയാണ്? 7 × 5 വരും. 7 5 35 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. എന്താണ്? sin² A + sin² B എന്ന് പറയുന്നത് എന്താണ്? A + Bയുടെ സമ്മ് 90 ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ വാല്യൂ എന്താണ്? 1 ആവും. ഇവിടെ ഞാൻ നോക്കിയപ്പം എനിക്ക് എന്താണ്? sin² 30 ഉണ്ട്, sin² 60 ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്താ? 1 ആവും. കാരണം എന്താ? sin² 30 + sin² 60 1 ആവും. അതുപോലെ അടുത്ത 90 ആവുന്ന പേര് കണ്ടുപിടിക്കുക. അത് sin² 40 sin² 50. ഞാനിവിടെ ആ മൈനസ് എടുത്ത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ബാക്കി എന്താ? sin² 40 + sin² 50 വരും. അതെന്താണ്? 1 ആവും. അപ്പം -1 വരും. ഈ മൈനസ് എന്താണ്? ഞാൻ ഇതിനകത്ത് കോമൺ ആയിട്ട് പുറത്തെടുത്ത് വെച്ച മൈനസാണ്. ഇതും പോയി. ഇനി ബാക്കി എന്താ? sin² 45 sin² 45 ഉണ്ട്. അപ്പോൾ എന്താ? പിന്നെ ഇവിടെ ഒരു പ്ലസ് വരും, 1 വരും, +1 വരും. കാരണം എന്താ? sin² 45 sin² 45 കൂടെ കൂട്ടിയാൽ 1 വരും. അപ്പോൾ ഈ പേരും പോയി. ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടിയാലും എന്താ? 1 തന്നെയാണ് വരുന്നത്. 55 + 35 ചെയ്ത് 1 ആണ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ മൈനസ് കോമൺ എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പം എന്താ? 1 ആവുന്നത്. ഇവിടെ -1 ഉം +1 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ +1 -1 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ എന്താ? 0 ആയിരുന്നു. ഇതിങ്ങനെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ sin² 30 അതായത് sin 30യുടെ വാല്യൂ എടുക്കുക. 1/2 അതിൻ്റെ സ്ക്വയർ ചെയ്യുക. 1/2ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 വരുന്നത്. അപ്പം 1/4 മൈനസ് sin² 40 ആണല്ലോ അല്ലേ? 40യുടെ വാല്യൂ നമുക്കറിയില്ല അല്ലേ? സോറി, അതപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ഈ മെത്തേഡ് ചെയ്താൽ മതി. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ആവറേജ് മാർക്ക് ഓഫ് 100 ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75
75ഉം 80ഉമാണ്. 75 ആണ് ബോയ്സിൻ്റെ ആവറേജ്, ഗേൾസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 80ആണ്. മൊത്തം ക്ലാസ്സിലെ ആവറേജ് നോക്കുമ്പോൾ 78 ഉണ്ട്. അങ്ങനെയാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആലിഗേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ബോയ്സിൻ്റെ ആവറേജ്, ഗേൾസിൻ്റെ ആവറേജ്, ബോയ്സിൻ്റെ 75ഉം ഗേൾസിൻ്റെ 80. ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 78 വരും. അപ്പം ഇത് അലിഗേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? നമുക്ക് താഴെ കിട്ടാൻ പോകുന്ന, അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ കിട്ടാൻ പോകുന്ന അവരുടെ എണ്ണങ്ങളുടെ ആവറേജായി കിട്ടാൻ പോകുന്നു, അല്ല എണ്ണങ്ങളുടെ റേഷ്യോ കിട്ടാൻ പോകുന്നു. 80ൽ നിന്ന് 78 പോയി എത്ര? 2 വരും. 2:3 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അലിഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആവറേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഐറ്റംസാണ്. ആവറേജ് നമ്മൾ മുകളിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ ആവറേജ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്ന സാധനത്തിൻ്റെ റേഷ്യോ ആയിരിക്കും നമുക്കിവിടെ താഴെ കിട്ടുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുന്നെങ്കിൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കണം. സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താ ടൈമാണ് കിടക്കുന്നത്, അത് ടൈമിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ എന്ത് താഴെ ഓർത്തിരുന്നാൽ മതി, താഴെ കിട്ടുന്നത് ഡിനോമിനേറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജേഷ് ഒരു പ്രിൻറ്റിങ് ജോലി ഏറ്റെടുത്തു. അതിനകത്തെന്താ 17/27 ജോലി തീർക്കാൻ എത്ര? 34 ദിവസം എടുക്കും. അങ്ങനെയാണ് ഇൻ ഹൗ മെനി ഡേയ്സ് ഹി കംപ്ലീറ്റ് ദ എൻറ്റയർ പ്രിൻറ്റിങ് വർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 17/27 ജോലി തീർക്കാൻ എത്രയാണ്? 34 ദിവസം എടുക്കും. അങ്ങനെ 27/27 ഫുൾ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 1ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടാൻ എത്രയാണ്? 1 × 34 ഡിവൈഡഡ് ബൈ 17/27 എന്ന് വരും. ഇപ്പോൾ 17/27 ഇത് റെസിപ്രോക്കലായിട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 27/17 ഇതാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 27/17. ഇപ്പോൾ 17ൻ്റെ ഇരട്ടിയാണ് 34. അപ്പോൾ 27ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 54 വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പം സോൾവ് ചെയ്തെടുക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനിതിനെ എന്താ ചെയ്യുന്നത്? ഞാനിതിനെ x³ പ്ലസ് 15x² എന്താണ്? 3 × 5x² പ്ലസ് 75 എനിക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ വരുന്നത് 3 × 5x പ്ലസ് ഇവിടെ 5³ ദ ഹോൾ ഡിവൈഡ് ബൈ x² -25 എന്താണ്? ഞാൻ x² - 5² എഴുതി. അപ്പം ഇതെന്താണ്? a² - b² ഫോർമുല. ഇതിന് എനിക്ക് എന്താണ്? a + b × a - b എന്ന് എഴുതാം. അതായത് x + 5 × x - 5 എഴുതാം. ഹോൾ ഇൻറ്റു ഒരു x - 5 ഉണ്ട്. അപ്പം ഈ x - 5ഉം x - 5ഉം കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ ഇതിന് ന്യൂമറേറ്റർ നോക്കിയേ എന്ന് പറയുന്നത് a³ പ്ലസ് 3 × a × b² പ്ലസ് 3 × a²b. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, നേരത്തെ പ്ലസ് b³ എന്തിൻ്റെ ഫോർമുലയാണ്? അത് a + b ദ ഹോൾ ക്യൂബിൻ്റെ ഫോർമുലയാണ്. അപ്പം ഇത് മോളിൽ ഫുൾ കിടക്കുന്നത് എന്താ? x + 5 ദ ഹോൾ ക്യൂബാണ്. എന്താ നമുക്ക് മുകളിലത്തെ സംഭവം ഫുള്ള് വെട്ടി കളഞ്ഞിട്ടുള്ളത് x + 5 ദ ഹോൾ ക്യൂബ് വെച്ച് റീപ്ലേസ് ചെയ്യാം. x + 5 ദ ഹോൾ ക്യൂബ് എന്താ സംഭവിക്കുന്നത്? x + 5 ഒരു x + 5 ഒരു x + 5 കൂടെ വെട്ടിപ്പോയി. പിന്നെ ബാക്കിയുള്ള x + 5 ദ ഹോൾ സ്ക്വയർ വരും. ഇനിയൊന്നുമില്ല, എന്താ a + b ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പം x² പ്ലസ് 2ab അതായത് 10x പ്ലസ് b² അതായത് 5² 25. ഇതെല്ലാം ഇത് നോക്കി, ഓപ്ഷൻ സി അല്ലേ നോക്കി. അപ്പം എങ്ങനെയാണിത് സിംപ്ലിഫൈ ചെയ്യേണ്ടത്? ഇവിടെ എന്താ നമുക്ക് കൊസീക് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര? 5/3 എന്ന് ചോദിച്ചേക്കുന്നത് എന്താ? sec² θ - 1 × cot² θ × 1 + cot² θ ചോദിച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എത്രയാണ്? അപ്പം കൊസീക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ കൊസീക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് തിരിഞ്ഞു വരും, ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇതെന്താ? ഇത്
ഈ ആംഗിൾ തീറ്റയായിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്താ, ഇത് 5, പിന്നെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നേക്കുന്നത് 3. അപ്പം 3, 4, 5 ട്രയാങ്കിൾ ട്രിപ്ലറ്റ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സീക്ക് സ്ക്വയർ തീറ്റ -1 എത്രയാണ്? അത് ടാൻ സ്ക്വയർ തീറ്റയാണ്. ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 3/4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എന്താ, ഇത് നേരെ തിരിഞ്ഞ് വരും, 4/3 ദ ഹോൾ സ്ക്വയർ വരും ഇൻറ്റു 1 + കോസ് സ്ക്വയർ തീറ്റ. അതെന്താണ്, കൊസീക് സ്ക്വയർ തീറ്റ. അതിൻ്റെ വാല്യൂ നേരിട്ട് തന്നിട്ടുണ്ട്, 5/3 തന്നിട്ടുണ്ട്. അപ്പം 5/3 ദ ഹോൾ സ്ക്വയർ. ഇതും കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 3യും കട്ട് ചെയ്ത് പോയി, 4ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്ന എത്രയാണ്? 25/9. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ 88 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ എത്രയാണ്? 11 വരും. 11K -9 ഡിവൈഡ് ബൈ താഴെ എന്താ വരുന്നത്? 6 സ്ക്വയർ 36 വരും. 36 - 7 × 5 35 വരും. അപ്പം 36ൽ നിന്ന് 35 പോയ 1 - 1 + K സ്ക്വയർ ഈക്വൽ ടു 1 വരും. അപ്പം 11K - 9 ഈക്വൽ ടു എന്താണ്? 1 + K സ്ക്വയർ വരും. അപ്പം ഇത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര? K സ്ക്വയർ -11K + 10 ഈക്വൽ ടു എന്താണ്? 0 വരും. ഇനി ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്താ, ഇത് സോൾവ് ചെയ്യാൻ പോകണ്ട. കാരണം എന്താ, K സ്ക്വയർ -11K ചെയ്യുമ്പം എത്രയാണ്? -10 കിട്ടണം. ഇതിനകത്ത് ഏത് ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോഴാണ് -10 വരുന്നത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? 1 സ്ക്വയറിൽ നിന്ന് 1 തന്നെ വരും. 1 - 11 ചെയ്യുമ്പോൾ എത്രയാണ്? -10 കിട്ടും. ഇനി 10 ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? 100 - 110 വരും. അത് എത്രയാണ്? -10 വരും. അപ്പോൾ ഇത് രണ്ടും -10 വരുന്നുണ്ട്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അല്ലെങ്കിൽ എന്താ, ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യാൻ നിൽക്കണം, സമയം പോകുന്ന പരിപാടിയാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? അപ്പം ഇഫ് someone scored all highest score that have been obtained by some students, അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നാണോ ചോദിച്ചേക്കുന്നത്? ആദ്യമായിട്ട് വായിച്ചു നോക്കാം. ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ 7 സ്റ്റുഡൻറ്റ്സ്. ദ നമ്പർ ഇൻ ദ ബ്രാക്കറ്റ് ഗിവ്സ് ദ മാക്സിമം മാർക്സ് ഇൻ ഈച്ച് സബ്ജക്റ്റ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാന്ന് തോന്നുന്നു. കാരണം എന്താ, കമ്പ്യൂട്ടർ സയൻസ് 40 മാർക്കില്ല, അയാൾ എന്താണ് 80, 70 ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം എന്താണ്, അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളുടെ പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡേറ്റയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം 40 കമ്പ്യൂട്ടർ സയൻസ് 40 മാർക്കിലാണ്. അതിന് മുകളിൽ സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി അതുപോലെ തന്നെയാണ്. വേറെ എന്തെങ്കിലും അതുപോലെ വേറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഹിസ്റ്ററിയും കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോളത്തിലാണ് പ്രശ്നം, റോയിലാണ് പ്രശ്നം വന്നേക്കുന്നത്. 60 മാർക്കിൽ 70 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, 80 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, സെയിം പ്രശ്നം തന്നെയാണ്. ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി, ഈ ക്വസ്റ്റ്യൻ തെറ്റല്ല കേട്ടോ. കാരണം എന്താ, കാരണം ഇത് പെർസെൻറ്റേജാണ് തന്നേക്കുന്നത്. ഈ 90, 100 അതുപോലെ ഈ 50 തന്നേക്കുന്നത്. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാക്സിമം മാർക്ക് 40. അപ്പം 40ൻ്റെ 80% ആയുഷ് സ്കോർ ചെയ്തത്. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാത്തതിൻ്റെ. പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെയല്ല. ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ ആളുടെ പെർസെൻറ്റേജ് അല്ല ചോദിച്ചേക്കുന്നത്. ഇതെന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം മാത്സിൽ ഒരു പുള്ളി 150 സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 150 വേണം എടുക്കാൻ. അതുപോലെ കെമിസ്ട്രിയിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്തിരിക്കുന്ന ആരാ? അതും ആര് തന്നെ? അമൻ തന്നെയാണ്. പക്ഷേ ഫിസിക്സിലേക്ക് വരുമ്പോൾ എത്രയാണ്? ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് 90% സ്കോർ ചെയ്തിരിക്കുന്നത്. അത് ആയുഷ്. അപ്പോൾ ആ 90% കൂട്ടുന്നത്. അതായത് ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് എക്സ് ആണെങ്കിൽ എന്താണ്, ഈ ഹയസ്റ്റ് മാർക്കെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഇയാളുടെ ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കാം. ഇവിടെ എന്താണ്, 150 മാർക്ക് കിട്ടി പ്ലസ്. ഇനി കെമിസ്ട്രിയിൽ 80% കിട്ടിയ ആൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പം 130ൻ്റെ 80% എത്രയാണ്? അത്
104. ഫിസിക്സ് ആരാണെന്ന് നമ്മൾ നോക്കണ്ട, പേര് നോക്കണ്ട, ഏറ്റവും ഹയസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ 120ൻ്റെ 90% എടുക്കുമ്പോൾ എത്രയാണ്? 108. ഇനി മുകേഷ് എന്താണ്? മുകേഷ് മുസ്കനോ? ഈ പുള്ളിയാണ് എന്ത് ജിയോഗ്രഫിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അയാളുടെ എടുക്കണ്ടേ. അപ്പം 100ൻ്റെ 95% എന്ന് പറഞ്ഞാൽ 95 തന്നെ. ഇവിടെ വരുമ്പോൾ 90%, 60ൻ്റെ 90% എടുക്കുമ്പോൾ 54 വരും. 40ൻ്റെ ഇവിടെ എത്രയാണ്? 90% എടുക്കുമ്പോൾ എത്രയാണ്? 36 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? ഇതെല്ലാം കൂടെ സമപ്പിക്കുമ്പോൾ എത്രയാണ്? 537 വരും. ഇനി 537 എത്ര ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ മാർക്കിൻ്റെ. അപ്പോൾ 537 ഡിവൈഡ് ബൈ 60, 40, 100, 200, 220, 350, 350, 50, 400, 500. 500 ഓക്കെ, ഇപ്പോൾ തെറ്റി പോയല്ലോ. 100, 200, 320, 450, 450, 550, 550, 600 വരുന്നത്. 100. അപ്പോൾ 537 ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6, 8, 48. അപ്പം 8 വെച്ച് തുടങ്ങുന്നൊരു സംഖ്യ. തെറ്റിപ്പോയല്ലോ, ഇവിടെ തെറ്റ് പറ്റിച്ചേ. നമുക്ക് തെറ്റ് പറ്റിപ്പോയ എന്താണ്? ഇവിടെ 537 അല്ല, 547. 547. അപ്പോൾ ഇവിടെ എന്താ? 547 വരും. ഇനി ഡിവൈഡ് ചെയ്യുന്ന നേരത്തെ എന്താ? 6, 9, 54 വരും. 9 റിമൈൻഡർ 7 വരും. 7 എത്താൻ എന്താണ്? 6നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 91. പിന്നെ റിമൈൻഡർ എത്ര? 1 വരും. 1, ആ 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 91 ആൻഡ് 1/6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 കറക്റ്റ് ഒരു ചോദ്യമായിരുന്നു. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ പുള്ളി 4,22,092 രൂപ കടമെടുത്തു. എത്ര? 20% പലിശയിൽ, സിമ്പിൾ ഇൻട്രസ്റ്റിലാട്ടോ എടുത്തേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഹി റീപേസ് 21,679. എന്താ? പുള്ളി മുതലിലേക്കാണ് അടച്ചു തീർത്തത്. If Mohan cleared all the pending dues at the end of the second year, including interest payment that occurred during the first year, അങ്ങനെയാണെങ്കിൽ how much does he paid at the end of the second year എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം എത്രയാണ്? 4,22,092 കടമെടുത്തു. ഫസ്റ്റ് ഇയറിൽ ഇയാൾക്കുണ്ടാവുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ഇതിൻ്റെ എത്ര? 20%. അതായത് ഇൻറ്റു 1/5 ചെയ്താൽ മതി. അതായത് ഇങ്ങനെ കൂട്ടിയാൽ മതി. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂട്ടിയാണ് എത്രയാണ് തിരിച്ചടക്കണ്ടേ? ഈ 4,22,092 20% ഫസ്റ്റ് ഇയറും പിന്നെ 20% സെക്കൻഡ് ഇയറും. ഇവിടെ ആദ്യത്തെ വർഷം എത്രയാണ്? 20%. 20% ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. അപ്പം 4,22,092 4,22,092 20% 1/5 എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? അത് 84,418 വരും. ഇനി ഈ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പുള്ളി എന്താണ്? ഈ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം പുള്ളി 21,679 തിരിച്ചടയ്ക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് അടച്ചേക്കുന്നത്? ടുവേർഡ്സ് പ്രിൻസിപ്പൽ അടച്ചേക്കുന്നത്. മുതലിനത്തിലാണ് പുള്ളി 21,679 തിരിച്ചടച്ചേക്കുന്നത്. അപ്പം 4,22,000 വർഷം പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ എത്രയാണ്? 4,22,000 കൂട്ടേണ്ട കാര്യമില്ല. ഈ 21 കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ 20% കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 4,413 വരുന്നത്. ഇനി ഇതിൻ്റെ 20%. ഇത് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, പ്രത്യേക ഓർക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഗുണം എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഗുണം ഈ പലിശ മുതലിൻ്റെ കൂടെ കയറി വരത്തില്ല. പലിശയ്ക്ക് മുകളിൽ പലിശ വരത്തില്ല. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ 20% എടുക്കുന്നത്. ഇത് കൂട്ടി ഈ 84,418 കൂട്ടാതെ ഈ മുതലിന് മുകളിൽ തന്നെ പലിശ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ്.
ഇപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ 84,418 കൂടെ കൂട്ടി വേണമായിരുന്നു എന്ത് അടുത്ത ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് കാണാൻ. ഇൻറ്റു 6/5 ചെയ്യുമ്പം ഇവിടെ എത്ര വരുന്നത്? അത് 4,80,495 വരും. ഇനി ഇതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിയാൽ മതി. ഇതും കൂടെ കൂട്ടുമ്പോൾ ആൻസർ എത്തും. കാരണം എന്താ, ഫസ്റ്റ് ഇയറിലെ പലിശയാണ്. 84,418 കൂട്ടുമ്പോൾ 5 8 13 1 9 10 11 എത്ര 1 8 8 അല്ല 4 8 9 4 5,64,913 5,64,014 വരും. കാരണം ഇവിടെ എല്ലാം പോയിൻ്റ് ഉണ്ട്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റിലെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റിനും ചെയ്തിട്ടുണ്ട്. 25 ക്വസ്റ്റിനായിരുന്നു. 25 ക്വസ്റ്റിൻ ലാസ്റ്റ് ക്വസ്റ്റിനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു.